അപ്പം ഇന്നിപ്പോൾ എജിറ്റേഷൻ്റെ തിരക്കായതുകൊണ്ട് അന്വേഷണത്തിൻ്റെ കാര്യത്തിലോട്ട് പോകാൻ പറ്റില്ല. നാളെ മുതൽ അതിലേക്കുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ശരിയാണ്. അപ്പം അത് ആയിരിക്കാം. ഇപ്പോൾ ഒരു കൺക്ലൂഷനിലോട്ട് അതിലേക്ക് എത്താൻ ഉള്ളൂ. ഈ അപകടത്തിൻ്റെ ഒരു പ്രാഥമിക കാരണം എന്താണെന്ന് അത് തന്നെ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട് മറ്റൊരു വാഹനം വന്നപ്പോൾ സൈഡ് കൊടുത്തതിലുണ്ടായിരുന്ന ഔട്ട് ഓഫ് കൺട്രോൾ പോയതായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷേ മറ്റ് ആസ്പെക്ട്സും ഇപ്പോൾ പലരും പറയുന്നുണ്ട്. അതെന്തായാലും വിശദമായിട്ട് അന്വേഷണത്തിനകത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാട്ട് വാസ് എക്സാക്ട് റീസൺ. ദൃക്സാക്ഷികൾ പറയുന്നത് ഈ റോഡിൻ്റെ അശാസ്ത്രീയത അത് അങ്ങനെ തെന്നി മാറിയതാണ് എന്നുള്ളൊരു തരത്തിലാണ്. ഇപ്പോൾ ഇത്രയും പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാൻ കഴിയില്ല. ഇപ്പോൾ ആസ് ഓഫ് നൗ സ്പോട്ട് പോലും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം എജിറ്റേഷൻ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ നോക്കുന്നത്. എന്തായാലും നാളെ മുതലുള്ള അന്വേഷണത്തിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ അസസ്മെൻ്റ് എല്ലാം ഉണ്ടാവും. താൽക്കാലിക പരിഹാരത്തിന് എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇടപെടുന്നുണ്ടോ? നോക്കിയതിന് ശേഷം പറയാം. ഇപ്പം വളരെ പ്രീമച്ചുവറായിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് പറയാം. ഡ്രൈവറിലോ ക്ലീനർക്കോ പരിക്കുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പോലീസ് അവിടെ ഉണ്ട്. വേണ്ട രീതിയിൽ അത് നോക്കിയിട്ട് ചെയ്യാം.